ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 24-25 വചനങ്ങൾ. താമസിയാതെ അവൻ്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു. 5 മാസത്തേക്ക് അവൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ കഴിഞ്ഞുകൂടി. അവൾ പറഞ്ഞു, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു. പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി. എലിസബത്തിനെ പോലെയും പരിശുദ്ധ കന്യക മറിയമ്മിനെ പോലെയും അമ്മമാരാകാൻ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവരാണ് ഓരോ വിവാഹ ജീവിതം ആരംഭിച്ച സ്ത്രീകളും. വിവാഹമെന്ന മംഗളവാർത്തയ്ക്ക് സമ്മതം നൽകുമ്പോൾ, രണ്ടുപേരെ വിവാഹത്തിലൂടെ ഒന്നിപ്പിക്കുമ്പോൾ ദൈവം ചില വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്. ആ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമാണ് മക്കൾ. ദൈവത്തിൻ്റെ വചനം നിറവേറുന്ന നിമിഷം. ഒരുപാട് ധ്യാനത്തോടും പ്രാർത്ഥനയോടും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ട യുവാവും യുവതിയും ദൈവത്തിൻ്റെ വാഗ്ദാനം തങ്ങളിൽ നിറവേറുവാൻ ആഗ്രഹിച്ച് ദൈവഭക്തിയിൽ, ദൈവഭയത്തിൽ കുടുംബജീവിതം നയിക്കേണ്ട 2 വ്യത്യസ്ത കുടുംബങ്ങളിൽ, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജീവിച്ചു വളർന്ന ഒരു മകനും മകളും. ആ ദമ്പതികൾക്ക് ദൈവം നൽകുന്ന സമ്മാനമാണ് മക്കൾ. ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞുരുവാകുമ്പോൾ ആ സ്ത്രീ ഒരു അമ്മയാവുകയാണ്. ആ ഉരുവായ ശിശുവിന് ദൈവത്തിൻ്റെ ഛായയാണ് ഉള്ളത്. ദൈവിക ചൈതന്യം തന്നിൽ നിറയുന്ന അമ്മയാകുന്ന ധന്യമുഹൂർത്തത്തിലെത്തി നിൽക്കുന്ന സ്ത്രീ. അങ്ങനെയുള്ള നവഗർഭിണികൾ മനസ്സിൽ ധ്യാനിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു കാലം ദൈവകൃപയുടെ കാലമാണ് എന്ന്. തന്നിൽ വന്നു ചേർന്നിരിക്കുന്നത് ദൈവിക ഛായയിൽ സൃഷ്ടിച്ച ഒരു കുഞ്ഞാണ് എന്ന്. അങ്ങനെ ഈ ഗർഭകാലം ഒരു രോഗകാലമായി കണക്കിടാതെ, ഭയവിവശരാകാതെ, നിങ്ങൾ അനുഭവിക്കുന്ന ചെറിയ അസ്വസ്ഥത പോലും നിങ്ങളെ ഭാരപ്പെടുത്താതെ, ചെറുതും വലുതുമായ അവഗണനകളിൽ വേദനപ്പെടാതെ, തൻ്റെ ഉദരത്തിൽ ഉത്ഭവിച്ചിരിക്കുന്ന, തന്നിൽ വന്നു നിറഞ്ഞിരിക്കുന്ന ദൈവിക ചൈതന്യത്തിൽ സന്തോഷിച്ച്, സത്യ ഏക ദൈവത്തെ നമസ്കരിച്ച്, ദൈവം തരുന്ന ധൈര്യത്തിൽ ഗർഭാരിഷ്ടതകളെ, അസ്വസ്ഥതകളെ, വേദനയെ നേരിടുവാൻ സാധിക്കേണ്ട ദിവസങ്ങൾ. ഇന്ന് ഗർഭിണികളാകുന്ന മക്കൾക്ക് ധാരാളം സ്നേഹം കൊടുക്കുന്ന അണുകുടുംബത്തിലെ ഏകനായ ഭർത്താവ്, മനസ്സ് വിഷമിപ്പിക്കാതെ നല്ല പരിചാരണങ്ങളിൽ ഒരുപാട് പരിഗണന കൊടുക്കുന്ന അമ്മയും അപ്പനും, പഴയ തലമുറയെ വെച്ച് നോക്കുമ്പോൾ പ്രത്യേകമായ ആനുകൂല്യങ്ങളൊന്നും കിട്ടാതെ എല്ലുമുറിയെ പണിയെടുത്ത് മുറ്റമടിക്കുകയും തുണി അലക്കുകയും കിലോമീറ്ററുകളോളം നടക്കുകയും പ്രസവവേദന വരുന്ന സമയം വരെ വീട്ടുജോലിയിലും ശുശ്രൂഷകളിലും ഏർപ്പെട്ടിരിക്കുന്ന പഴയകാല അമ്മമാർ. വിശുദ്ധ കന്യകമറിയം തന്നെ ഗർഭിണികളോട് പറയാതെ പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം. ഗർഭിണിയായ അന്ന് മുതൽ താൻ താണ്ടിയ കിലോമീറ്ററുകളുടെ കണക്ക്. താൻ ഗർഭിണിയായിരിക്കെ മറ്റൊരു ഗർഭിണിയായ തൻ്റെ ചാർച്ചയിലുള്ള എലിസബത്തിനെ സന്ദർശിക്കുവാൻ വളരെ ദൂരം സഞ്ചരിച്ച കാര്യം. 3 മാസം വാർദ്ധക്യത്തിൽ ഗർഭിണിയായിരിക്കുന്ന തൻ്റെ ബന്ധുവിനെ ശുശ്രൂഷിച്ച മറിയം വീണ്ടും പൂർണ്ണ ഗർഭിണിയായിരിക്കുമ്പോൾ നസ്രത്തിൽ നിന്ന് ബെത്ലഹേമിലേക്ക് ദൈവത്തിൻ്റെ പ്രവചനം നിറവേറ്റുവാനായി യാത്ര ചെയ്യേണ്ടി വരുന്ന അമ്മ മറിയം. പ്രതിസന്ധികളിലൂടെ, അസ്വസ്ഥതകളിലൂടെയുള്ള യാത്ര. ആ യാത്രയുടെ ക്ഷീണത്തിൽ പുല്ലും വൈക്കോലും നിറഞ്ഞ ഒരു കാലിത്തൊഴുത്ത് മാത്രമാണ് വിശ്രമിക്കാനായി തനിക്ക് ലഭിച്ചത്. അങ്ങനെ എത്രയെത്ര കഥ പറയുവാനുണ്ടാകും ദൈവമാതാവായ അമ്മ മറിയമിന്. അതെ, ഓരോ ഗർഭിണികൾക്കും അമ്മ മറിയത്തെപ്പോലെ മാതൃകയാക്കുവാൻ കഴിയുന്ന മറ്റൊരു സ്ത്രീയുമില്ല. മറിയത്തെപ്പോലെയുള്ള അമ്മമാരാകാൻ ക്ഷണിക്കപ്പെട്ട ഓരോ സ്ത്രീയും, അവർക്ക് ഓരോ ഉണ്ണിയേശുമാരെ അവരുടെ മടിയിലേക്ക് വെച്ചു കൊടുക്കുന്ന ദൈവം. എന്നാൽ നമ്മുടെ സ്ത്രീകൾക്ക് എത്രമാത്രം അമ്മ മറിയം ആകുവാൻ സാധിക്കുന്നുണ്ട്? സന്മനസ്സിൽ, ത്യാഗത്തിൽ, വിധേയത്വത്തിൽ, സഹനത്തിൽ അമ്മ മറിയം ആകുവാൻ സാധിക്കുന്നവരാണോ അവർ? അങ്ങനെയെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളും അമ്മ മറിയത്തെ കണ്ടു വളരുന്ന
ഉണ്ണി യേശുവിൻ്റെ നിഷ്കളങ്കതയിലും സ്നേഹത്തിലും വളരുന്ന കുഞ്ഞുങ്ങളാകും. അങ്ങനെയുള്ള യേശുവിനെ പിൻചെല്ലുന്ന നല്ല ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ നമ്മുടെ അമ്മമാർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.